ഐതിഹ്യത പറയുന്നത് ഈ ക്ഷേത്രത്തിന് എപ്പോഴും പാലാഴി വാസൻ പാലാഴി ശാന്തി ഉം. പുള്ളി നീന്തി കയറിയാണ് അമ്പലത്തിൽ പൂജിക്കാറുള്ളത്. 6 മാസം വെള്ളത്തിലും 6 മാസം കരയിലുമുള്ള ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലം കൊല്ലം മയ്യനാട് ധവളക്കുഴിയിലാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തോ? സാംകുമാർ. സാംകുമാർ. ഇവിടെ ഈ ഒരു ക്ഷേത്രം എങ്ങനെയാണ് ഈ 6 മാസം വെള്ളത്തിലും 6 മാസം കരയിലാവാൻ ഒരു കാരണം ഒരു എല്ലാ കാലവർഷങ്ങളും ആ. നമുക്കിത് തന്നെയാണ് അവസ്ഥ. ആ. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ വെള്ളം വറ്റാൻ സാധ്യതയില്ല. പിന്നെ ഏതെങ്കിലും മാർഗത്തിൽ നമ്മൾ അടിസ്ഥാന സംവിധാനം എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലേ പറ്റൂ, അല്ലാതെ പറ്റുന്ന പരിപാടിയില്ല. കാരണം ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ്. നിൽക്കുന്ന പ്രദേശവും അത് മാത്രമല്ല ഊറ്റിറങ്ങും, മുകളിൽ താഴോട്ട് വരും. അപ്പം ആ വെള്ളമെല്ലാം ഇവിടെ തരും. പിന്നെ നമ്മൾ ഇപ്പം ഈ കുറച്ച് കാലങ്ങളാണ് പാലം കിട്ടുന്നത്. നേരത്തെ വള്ളമായിരുന്നു. വള്ളം ഇവിടെ ഇറക്കി നമ്മൾ ഇടുന്നത് എല്ലാ വർഷവും. വള്ളം ഇറക്കിയാണ് ഭക്തരെല്ലാം വള്ളത്തിലാണ് അമ്പലത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം എല്ലാ വർഷവും മഴയിലും ഇത് ഇവിടെ ഇങ്ങനെ സ്ഥിരമാണല്ലേ? സ്ഥിരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇത് വെള്ളം പോലും അങ്ങ് വരെ പോയിട്ടുണ്ട്, അങ്ങറ്റം വരെ, ആ പോസ്റ്റിൻ്റെ അടുത്ത്. അപ്പോൾ ഈ വീട്ടിനകത്തെല്ലാം വെള്ളം കയറി തുടങ്ങി. അപ്പോഴത്തേക്ക് ഇവരെല്ലാം ഇവിടെ നിന്ന് മാറണം, അകത്ത് കിടക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം മാറി അങ്ങനെ പല മേഖലകളിലായിട്ട് അവരെ സ്വന്തക്കാരെ അങ്ങനെ ബന്ധുക്കളെ വീടുകളിലൊക്കെ മാറി താമസിക്കുന്നവരുണ്ട്. ഇപ്പോഴും പല മേഖലകളിലും ആ വീടുകളിലൊക്കെ തന്നെ ഇപ്പോഴും വെള്ളത്തിലാണ്. പിന്നെ ഇപ്പം വെള്ളം കയറി വെച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ പൂജകളോ ദീപാരാധന അതൊക്കെ മുടങ്ങിയിരിക്കുകയാണ്? ഇല്ല, ഒന്നുമില്ല. അതെല്ലാം എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും നടക്കുന്നത് പോലെ തന്നെ നടക്കും. ഈ പാലത്തിൽ കൂടെ വരുന്നുണ്ട്. ഇന്നും ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിനും വെള്ളമാണല്ലേ? അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ചിറയുണ്ടെന്ന് പറഞ്ഞു, അത് എവിടെയാണ്? അത് ചിറയല്ല, കായലാണ്. അപ്പുറത്ത് കിഴക്ക് സൈഡിലാണ്. ക്ഷേത്രത്തിന് കിഴക്ക് വശം വലിയ കായലാണ്. അതിലെ വെള്ളം ഇതോട്ട് കണക്റ്റഡ് ആവുമോ? ഇല്ല, ആവത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് ഏതെങ്കിലും സംവിധാനം ഉണ്ടാക്കി, മോട്ടോർ സംവിധാനം ഉണ്ടാക്കി അടിച്ചു മാറ്റിയെങ്കിൽ അപ്പുറം പോകാൻ സാധിക്കും. ഇത്രയും വെള്ളമൊക്കെ അടിച്ചു കളയണമെങ്കിൽ ഭയങ്കര റിസ്ക് അല്ലേ? ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും വേണ്ടി വരുന്ന എൻ്റെ കണക്കൂട്ടൽ. ഇത് വറ്റിക്കണമെങ്കിൽ ഇത് മൊത്തം പറ്റത്തില്ല. ആഴമുണ്ടോ? ഇല്ല, വലിയ ആഴമൊന്നുമില്ല. ഇത് നമ്മൾ ഉത്സവത്തിന് വന്ന് നോക്കിയാൽ അവിടെ കാണാം. അല്ലെങ്കിൽ ഇത് ഉണങ്ങി കഴിയുമ്പം, വെള്ളം വറ്റി കഴിയുമ്പം കാണാം നമുക്ക് ഈ പുരയിടത്തിന്റെ ഈ തറയുടെ ഉറപ്പും. ഇത് യഥാർത്ഥത്തിൽ റോഡല്ലേ നമ്മളിപ്പോ നിൽക്കുന്നത്? ഇത് റോഡാ, ഇവിടം വരെ റോഡാ, കോൺക്രീറ്റ് ചെയ്ത റോഡാ, പഞ്ചായത്തിന്റെ റോഡ്. ഇവിടം വരെ കിടക്കുക. ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇതിന്റെ ഈ ഗ്രൗണ്ടിന് നടുക്കാണ് ക്ഷേത്രം. ഇത്രയും വീടുകളിലെ നടുക്കാണ് ഈ ക്ഷേത്രം വരുന്നത്. അത് തന്നെ. ഇപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള ഭക്തരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയൊക്കെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ചിലർ ഈ വള്ളമില്ലാതെ ഇപ്പോഴും നടന്ന് വെള്ളത്തിൽ കൂടെ കയറാറുണ്ടായിരുന്നു. അന്നത്തെ നമ്മുടെ ഇതിന്റെ ശാന്തി പുള്ളി നീന്തി കയറിയാണ് അമ്പലത്തിൽ പൂജിക്കാറുള്ളത്. അന്ന് വള്ളമൊന്നും ഇല്ലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. വെള്ളം കയറുമ്പോൾ അവർ നീന്തി കയറിയാണ് വരാനുള്ളവരും ചിലരൊക്കെ നീന്തി അങ്ങ് പോകും അമ്പലത്തിനകത്ത് കയറാൻ. എന്തോ ഒരു ഐതിഹ്യത പറയുന്നത് ഈ ക്ഷേത്രത്തിന് എപ്പോഴും പാലാഴി വാസൻ പാലാഴി. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദുരിതമൊക്കെ അനുഭവപ്പെടും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ഷേത്രത്തിൽ വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ കുറച്ച് കൊച്ചു മിടുക്കന്മാരൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഉള്ളതാണോ? ഇവിടെ വന്ന് കിടന്ന് ചാടി കുളിക്കുകയൊക്കെ. ഞങ്ങൾ വന്ന് കിടന്ന് കറങ്ങിയൊക്കെ ചാടുന്നുണ്ടല്ലോ. അത് നിങ്ങളായിരുന്നു അപ്പുറത്ത് ഞങ്ങൾ കരയൊന്ന് കണ്ടായിരുന്നു ഇവിടെ കിടന്ന് ചാടി കുളിക്കുന്നത്. ആണോ? നിങ്ങളെങ്ങനെ ഈ വെള്ളമൊക്കെ വരുമ്പോ എങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? അത് നല്ല രസമാണോ കാണാൻ? എല്ലാ പ്രാവശ്യം ഇവിടെ വള്ളമൊക്കെ ഉണ്ടെന്ന്. ഈ പ്രാവശ്യം വള്ളം ഒന്നും കണ്ടില്ലല്ലോ. പാലം കിട്ടിയപ്പോ ഇല്ല. ആണോ? ഈ പാലം കിട്ടിയപ്പോ വെള്ളത്തിന്റെ ആവശ്യമില്ലല്ലേ? പക്ഷെ അപ്പുറത്തെ കരയിക്കുന്നവരൊക്കെ എങ്ങനെ വരും ഇനിയിപ്പോ? വേറെ വഴിയുണ്ടല്ലേ? അപ്പോൾ എന്തായാലും 6 മാസം വെള്ളത്തിലും 6 മാസം കരയിലും ഉള്ള ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് കാണാനും നല്ല കാഴ്ചയാണ് കേട്ടോ. ഇനിയിപ്പം വെള്ളം ഇവിടുന്ന് മാറിക്കഴിഞ്ഞാലേ ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ രൂപം എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ചുറ്റിനും ഗ്രൗണ്ട് ആണല്ലേ? ക്ഷേത്രത്തിന് ചുറ്റിനും ഗ്രൗണ്ട് ആണല്ലേ? അപ്പോൾ അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ കൊല്ലം മയ്യനാട് ധവളക്കുഴിയിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ഇവിടെ വരുന്നവർക്ക് ഈ ഒരു കാഴ്ച കാണാൻ നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാം. ഫോട്ടോസൊക്കെ എടുക്കുന്നതേ കൊള്ളാം. വെള്ളത്തിലൊന്നും ഇറങ്ങാതെ മാറി നിന്ന് സ്വസ്ഥമായിട്ട് എടുത്തിട്ട് പോവുക. അല്ലെ അപകടമൊന്നും വിളിച്ചു വരുന്നത്. വലിയ ആഴമൊന്നും ഇല്ലെന്നാണ് ഇവിടെ വരുന്നത്. ആഴമൊന്നുമില്ല. എന്നാലും അങ്ങോട്ടൊന്നും ആരും പോകത്തില്ലല്ലോ. ക്ഷേത്രത്തിന്റെ അകത്ത് കയറാൻ വേറൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളല്ല. അതിന് ഇവിടെ ഉള്ളവർ തന്നെ കയറി വരാൻ വേണ്ടി ഒരു ചെറിയൊരു പാലമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ.